ഹേ കൂട്ടുകാരെ, അങ്ങനെ നമ്മുടെ എക്സാംസ് എല്ലാം ഇങ്ങനെ അടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം കുറച്ച് കൺഫർമേഷൻസ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. 382, 383, 454, 463 എന്നീ കാറ്റഗറിയിലുള്ള എക്സാംസിൻ്റെ കൺഫർമേഷനാണ് കേട്ടോ ഇപ്പം കൊടുക്കാനുള്ളത്. അപ്പം 18-ാം തീയതി വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ആരും വിട്ടു പോകേണ്ട, എല്ലാവരും കൈയോടെ കൊടുത്തേക്കേ. അപ്പോൾ ഇന്നത്തെ ഒരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ് കേട്ടോ. അപ്പോൾ മെയ്യിലേക്ക് നമുക്ക് നമ്മുടെ എക്സാംസ് ഒക്കെ പ്രതീക്ഷിക്കാം. അപ്പോൾ മാർച്ചിലും ഏപ്രിലും, അതായത് ഈ 2 മാസം 60 ഡേയ്സ് നമുക്ക് എങ്ങനെ നമ്മളുടെ പോർഷൻസൊക്കെ കവർ ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ ഈ വീഡിയോ. അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടി തയ്യാറാക്കിയ ഒരു 60 ഡേയ്സ് സ്റ്റഡി പ്ലാനാണ്. എങ്കിലത് നിങ്ങളുമായിട്ടും കൂടി ഒന്ന് ഷെയർ ചെയ്യുമെന്ന് വിചാരിച്ചു. അപ്പോൾ എന്നെപ്പോലെ കുറച്ച് ഗ്യാപ്പ് വന്നവർക്കൊക്കെ ഇനിയിപ്പം സിലബസ് കംപ്ലീറ്റ് അരിച്ച് പെറുക്കി പഠിക്കുന്നത് നടക്കുന്ന കാര്യമല്ല. അപ്പോൾ നമുക്ക് എങ്ങനെ പോർഷൻസ് എന്നാൽ വിട്ടു പോവാതെയും മാക്സിമം കവർ ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്കറിയാം PSC എക്സാംസിലെ പ്രധാനപ്പെട്ട 3 പേരാണ് മലയാളം, ഇംഗ്ലീഷ്, മാത്സ്. ഇത് 3നും കൂടി തന്നെ 50 മാർക്കുണ്ട്. അപ്പോൾ നമുക്ക് ഇവരെ ഒഴിവാക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാ ദിവസവും 1.5 മണിക്കൂർ നമുക്ക് ഈ 3 പേർക്കും വേണ്ടി മാറ്റിവെക്കാം. പിന്നീട് നമുക്ക് സിവിക്സും കോൺസ്റ്റിറ്റ്യൂഷനും എടുക്കണം. അതിന് 2നും കൂടി 10 മാർക്കുണ്ട്. ആദ്യത്തെ 10 ദിവസം കൊണ്ട് നമുക്ക് ഈ 2 ടോപ്പിക്കും കവർ ചെയ്യണം. പിന്നീട് അടുത്തത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിക്കും 10 മാർക്കാണ്. അപ്പോൾ ആ ഹിസ്റ്ററി നമ്മൾ 10 ദിവസം കൊണ്ട് തീർക്കണം. ഹിസ്റ്ററിയിൽ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി, കേരള ഹിസ്റ്ററി. അതിൽ വേൾഡ് ഹിസ്റ്ററിയും കേരള ഹിസ്റ്ററിയും എന്തായാലും ഒഴിവാക്കാൻ പറ്റത്തില്ല. പിന്നെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്ന് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കി പഠിച്ചെടുക്കാം. എല്ലാ ദിവസവും ഓരോ PYQ കൂടി നോക്കണം. അപ്പോൾ PYQയിൽ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ നിന്നും ഒക്കെ ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതലും ക്വസ്റ്റ്യൻ ചോദിച്ചത് ആ ഒരു ടോപ്പിക്ക് നോക്കി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചെടുക്കാം. പിന്നെ അടുത്തത് ജോഗ്രഫി, എക്കണോമിക്സ് ആണ്. അതും 10 മാർക്കാണ്. അതും നമുക്ക് 10 ദിവസം കൊണ്ട് പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ IT സയൻസും അതും 10 മാർക്കാണ്. അതും നമ്മൾ 10 ദിവസം കൊണ്ട് വേണം കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. 10 ദിവസം കൊണ്ട് തീരുന്ന ടോപ്പിക്കല്ല നമുക്കുള്ളത്. എങ്കിലും നമ്മൾ മാക്സിമം എഫേർട്ട് ഇട്ട് ഓരോ ടോപ്പിക്കിനും 10 ദിവസം നമ്മൾ കൊടുത്ത് പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് കവർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ ആർട്ടും ലിറ്ററേച്ചറുമാണുള്ളത്. അതും 10 മാർക്ക് 10 ദിവസമാണ് നമ്മൾ അതിനും കൊടുക്കുന്നത്. ഇതേ ഓർഡറിൽ തന്നെ നമ്മൾ പഠിക്കണമെന്നില്ല. ഇപ്പോൾ ആദ്യം ഹിസ്റ്ററി എടുക്കാം, അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനും സിവിക്സും ആദ്യം എടുക്കണമെന്നില്ല. എന്തായാലും മലയാളവും ഇംഗ്ലീഷും മാത്സും നമ്മൾ ഈ 50 ദിവസവും നമ്മൾ ഡെയിലി പ്രാക്ടീസ് ചെയ്യണം. ബാക്കി എല്ലാ ടോപ്പിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ 10 ദിവസം കൊണ്ട് നമ്മൾ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഓരോ ടോപ്പിക്കും 10 ദിവസം കൊണ്ട് തീരുന്നതനുസരിച്ച് നമുക്കതിൻ്റെ മോക്ക് ടെസ്റ്റും PYQ എല്ലാം ചെയ്യാം. അപ്പം കുറച്ചും കൂടി നമുക്കതൊരു റിവിഷനും കൂടി ആയിരിക്കും. അങ്ങനെ ഈ ടോപ്പിക്കെല്ലാം ഒരു 50 ദിവസം കൊണ്ട് നമ്മൾ പഠിച്ച് തീർത്തതിന് ശേഷം ബാക്കി ഒരു 10 ദിവസം കൊണ്ട് നമുക്ക് ഒരു കുറച്ച് റിവിഷനും കൂടി ചെയ്താൽ നമുക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഈ വരുന്ന പ്രിലിംസിനൊക്കെ ഞാൻ പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും സ്റ്റഡി പ്ലാൻ ഉണ്ടെങ്കിൽ എനിക്കും കൂടി ഷെയർ ചെയ്ത് തരാം. അത് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് പഠിക്കാം.